ഇന്ന് ഞാനൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാൻ പോണേന്ന് കേട്ടോ. ഇത് പണ്ട് എൻ്റെ മുത്തശ്ശി ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. അത് തല ചെമ്മീനോട് തന്നെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് ചെമ്മീൻ്റെ തല ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മസാല ഇടാൻ പോണേ. ഈ മസാല ഉണ്ടാ ഞാൻ ഉപയോഗിക്കാൻ പോണത്. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാമേ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന മസാല എല്ലാം ഇതിനകത്തേക്ക് ഇടാൻ പോകണേ. ഇതെല്ലാം ഇട്ടു. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഇതൊരു പരീക്ഷണം ഉണ്ടോ, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോണേണ്. ഒന്നെങ്കിൽ സക്സസ് ആകും. കണ്ട ഉപ്പിട്ട് ഇനി കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് ചട്ടി വെച്ചു, ചൂടായിട്ടുണ്ട് ആ ചട്ടി. ഇനി കുറച്ച് എണ്ണ അതിലിട്ട് ഒഴിക്കട്ടെ. എണ്ണ അതിലേക്ക് ഒഴിച്ചു. എണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മിക്കലിടാൻ പോണേ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ മതി കേട്ടോ, ഫ്ലെയിം കൂടിപ്പോയി ചിലപ്പോൾ കരിഞ്ഞു പോയല്ലോ. ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടത്. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കണമെങ്കിലേ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അവരൊന്ന് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരും. കുറച്ച് സവാളയും തക്കാളിയും മല്ലിച്ചീരയും ഒക്കെ അതിൻ്റെ പുറത്തിട്ടിട്ട് ഒന്ന് അലങ്കരിച്ച് വരും. നമുക്കിത് വീട്ടിലൊന്നും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അല്ലേ? അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. കുറച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഞാൻ ഇതിലേക്ക് മുറിച്ച് വെച്ച കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഞാനിതിലേക്ക് സ്ലൈസ് ചെയ്ത കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി ആ ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ ഇറക്കി വെക്കാം. ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ തല ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ. കൊതി ഉറുന്നുണ്ട്, ശരിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തല ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. പക്ഷേ ഒരു കാര്യം, കഴിക്കുമ്പോൾ നമ്മൾ ചെമ്മീൻ്റെ തൊണ്ടെടുത്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാനുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.